ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അപ്പോൾ രാവിലെ തന്നെ കുട്ടികളിപ്പോഴേ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ. അവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോയിട്ടില്ല. ഋതുവിന് ഇന്നലെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു. റിച്ചുവിൻ്റെ മാറി, എന്നാലും മുഴുവൻ മാറിയിട്ട് വിടാമെന്ന് വിചാരിച്ചു. ഒന്ന് റെഡി ആയിട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇന്നലെ രാത്രി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. രാത്രി അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെ തന്നെ എല്ലാം വെച്ചിട്ട് കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. എനിക്കും ഇന്നലെ കുറച്ച് വയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ശ്രീകാന്ത് രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയ്യെങ്കിൽ ഞാൻ എഴുന്നേക്കില്ല എന്ന്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചോളാം, ഉച്ചയ്ക്കും അവിടെ നിന്ന് തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ കുറച്ച് ലെമൺ റൈസ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കണം. പിന്നെ ഇന്നലെ അവർക്ക് കഞ്ഞി വെച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അത് നമുക്ക് കുറച്ച് വേസ്റ്റായി കേട്ടോ. അപ്പോൾ അതും കളഞ്ഞ് കുക്കറൊക്കെ ഒന്ന് കഴുകി വെക്കണം. അങ്ങനെ രാവിലെ അവർക്ക് രണ്ടുപേർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. തേങ്ങ ചിരുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എരിവില്ലാതെ, എന്നും പറയണ പോലെ എരിവില്ലാതെ ചട്നി അരച്ച് അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാം രാവിലെ. അങ്ങനെ നമുക്ക് ലെമൺ റൈസ് ബാക്കിയുള്ളത് നമുക്ക് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. എന്നും ഓരോരോ ടൈം കഴിയുമ്പോൾ രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകുന്നേരം ഓരോ പ്രാവശ്യം ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ ഫുഡൊക്കെ എടുത്ത് മാറ്റി വരുമ്പോഴേക്കും ഒരു ലോഡ് പാത്രങ്ങളാണ് കഴുകാൻ. എല്ലാ വീട്ടിലും ഇതുപോലൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ പാത്രം കഴുകി മടുക്കൂട്ടോ. അത്രയും പാത്രങ്ങൾ ഒരു ദിവസം നമ്മൾ കഴുകുന്നുണ്ട്. അങ്ങനെ നമ്മൾ വലിയ ക്ലീനിങ് ഒന്നും ചെയ്യണില്ല. ചെറുതായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ആ സ്റ്റൗവും കൂടെ ഒന്ന് ഇന്നലെ സ്റ്റൗവൊക്കെ കുക്ക് ചെയ്തിട്ട് അങ്ങനെ തന്നെ ഇട്ട് പോയതാണ് കേട്ടോ. വയ്യാത്ത കാരണം ചില ദിവസങ്ങളിൽ ചിലപ്പം നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ അത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഞാനിപ്പം അങ്ങനെ തലേദിവസം പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെയാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ വയ്യെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് ചെയ്യാറൊന്നുമില്ല. അങ്ങനെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ നോക്കും, ഇതേപോലെയാണ് കേട്ടോ. നമ്മുടെ ചോറ് വെച്ച് കഴിഞ്ഞാൽ, കുക്കറിൽ ചോറ് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് തിളച്ച് പോകും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ കിടക്കണത്. ഇങ്ങനെയാണ് കേട്ടോ കിടക്കണത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുടച്ച്, ഓവൻ ക്ലീനർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഓവൻ ക്ലീനർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തുണിയോട് തുടച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല, നല്ല ഒട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പാത്രം കഴിക്കണ സ്ക്രബ്ബർ കൊണ്ട് വെച്ച് തുടച്ചിട്ട് പിന്നെ ക്ലീൻ ചെയ്ത് വെക്കുകയാണ് ഞാൻ ചെയ്തത് കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ മോരുകറി വെച്ചതും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ ഇത് രാത്രി ഫ്രിഡ്ജിലേക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മോരുകറി ആയ കാരണം അഴുക്കായിട്ടില്ല. അപ്പോൾ അത് ഒന്ന് ലെഫ്റ്റ് ഓവർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെ ഇതന്നെ കൂട്ടി കഴിക്കാം കേട്ടോ. വലുതായിട്ടൊന്നും ഉണ്ടാക്കില്ലെന്ന്. അപ്പോൾ ഇതന്നെ കൂട്ടി കഴിക്കാം. നേന്ത്രപ്പഴം പുളിശ്ശേരിയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല കട്ടിയായി കേട്ടോ. ഇന്ന് രണ്ടുപേരും സ്കൂളിൽ പോയിട്ടില്ല. റിച്ചുവിന് ഓൾറെഡി വയ്യാണ്ടൊന്ന് ഒരു 1 വീക്കായി സ്കൂളിൽ പോയിട്ട്. അപ്പോൾ ഇതാ ഋതുക്കുട്ടിക്കും ചെറിയ പനിയുണ്ട്. അപ്പോൾ അത് കാരണം ഇന്ന് സ്കൂളിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ. രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇത് ദോശ ഉണ്ടാക്കുമ്പോഴേക്കും ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് കഴിയുമ്പോൾ ഒരാൾക്ക് ഇവിടെ ബോക്സിൽ, ആ വലിയ ബോക്സിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനേ ഇവിടെ നേരമുള്ളൂ. അങ്ങനെ ഇതാ ഒരു ചെറിയ അരമുറിയുടെ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചട്നിക്ക്. പിന്നെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് ഇത് അരച്ച് എടുക്കാം. യൂഷ്വൽ എരിവില്ലാത്ത ചട്നി കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നി ഒന്ന് കടുക് വറുത്ത് കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെ ആ കടുകിൻ്റെയും വറുത്ത് കൊടുക്കുമ്പോൾ ആ ടേസ്റ്റെങ്കിലും ഉണ്ടാവുമല്ലോ. എരിവില്ലാണ്ട് എങ്ങനെയാണാവോ, നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഒട്ടും എരിവില്ലാണ്ട്. അപ്പോൾ ഇത് കടുക് വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. അപ്പോൾ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ദോശമാവ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതാണ് കേട്ടോ.
അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇച്ചിരി ഒഴിച്ച് കൊടുക്കുന്നത്. ഇടയ്ക്ക് വെളിച്ചെണ്ണ ഒഴിക്കും, ഇടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തുണ്ടാക്കാറുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ദോശപ്പാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, അയണിൻ്റെ കാസ്റ്റ് ചെയ്യേണ്ട ദോശപ്പാനാണ്. അപ്പോൾ നല്ലൊരു ദോശപ്പാനാണ് കേട്ടോ, അടിപൊളിയായിട്ട് വരും ദോശ. അങ്ങനെ ഇതാ 2 പേർക്കുള്ള ദോശ റെഡിയായി. അപ്പോൾ ഓരോ ദോശ വെച്ചിട്ടോ 2 ദോശയാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ ഇത്രയും കഴിക്കാൻ വഴിയില്ല, കാരണം ഇതും വയ്യാണ്ടിരിക്കണ കാരണം കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. കഞ്ഞി കുടിച്ച് മടുത്തു വരും, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ടാവുകയാണല്ലോ. അപ്പോൾ കഞ്ഞി കുടിച്ച് മടുത്തു. അപ്പോൾ കഞ്ഞി വേണ്ട, ദോശ മതി എന്ന് പറഞ്ഞിട്ടാണ് ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ 2 പേർക്ക് ഓരോന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 ആൾക്ക് ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ആൾക്ക് ഒരുമിച്ച് എടുത്തിട്ട് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അവർക്ക് കൊണ്ടു കൊടുക്കാം. എന്താ പറയണ്ടേ? വെള്ളം കുടിക്കാ? ഗുഡ് ബോയ് ആയിട്ട് വെള്ളം കുടിക്കണേ. ഓക്കെ, ബൈ. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴം പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ റാഗിപ്പുട്ടും ഈ പഴം പുഴുങ്ങിയതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഈ പഴം പുഴുങ്ങാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലാണ് വെക്കാറുള്ളത്. ഇപ്പം ടൈമില്ല, ഇപ്പോൾ വേഗം വിശക്കുന്നുണ്ട്. അപ്പോൾ ഓവനിൽ വെക്കാം നമുക്ക്. അപ്പോൾ ഓവനിലൊരു 2.5 മിനിറ്റ് വെച്ചാൽ മതി, അപ്പോഴേക്കും പഴം ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഓവൻ്റെ ഉള്ളിലത്തെ ആ ചില്ലിൻ്റെ റൗണ്ടിലുള്ള ആ പാത്രം ഉണ്ടല്ലോ, പ്ലേറ്റ്, അത് പൊട്ടിയിട്ട് ഒരു ദിവസം പിടിച്ച് വന്ന് വലിച്ചതാണ്. ഓവനടക്കം താഴെ വീണു, ഭാഗ്യം മേത്തേക്ക് വീഴാഞ്ഞത്. അപ്പോൾ ഞാൻ റാഗി പുട്ട് ഉണ്ടാക്കാനായിട്ട് മന്ത്രയുടെ ഓർഗാനിക് റാഗി ഫ്ലോറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഈ പൊടി നനയ്ക്കുമ്പോൾ അത്യാവശ്യം നനയണം കേട്ടോ, എന്നാലാണ് വേവുമ്പോൾ അത് കറക്റ്റായിട്ട് വേവുള്ളൂ. ഞാൻ പുട്ടുപൊടി നനയ്ക്കുകയാണ്. അപ്പോൾ ഇത്രയും അത്യാവശ്യത്തിന് നനയണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വിടർത്തി കൊടുക്കണം. പിന്നെ ഞാനിപ്പം തേങ്ങ ചെരുകിയത് നന്നായിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ റാഗിപ്പുട്ട് കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വെള്ളം തിളപ്പിക്കാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. പിന്നെ നമുക്ക് പുട്ടിൻ്റെ ഇത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ താഴെ അതെ കേട്ടോ നന്നായിട്ട് ഇടുന്നുണ്ട് താഴെയും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി പഴവും റെഡി ആയിട്ടുണ്ട് അവിടെ. അപ്പോൾ കണ്ടോ, പഴം എന്താ വെന്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉള്ളിലേക്ക് അങ്ങനെ കയറുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ പുട്ടിൻ്റെ ആവിയും വരുന്നുണ്ട്, നന്നായിട്ട് വേവണം. അപ്പോൾ ഞാൻ അപ്പുറത്ത് കുറച്ച് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചായക്ക് വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കുള്ള ഫുഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ചുടുചുടാ റാഗിപ്പുട്ടും ഒരു ചായയുമാണ്. അതിൻ്റെ കൂടെ നേന്ത്രപ്പഴം കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാം. അങ്ങനെ ഇതാ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് കിടന്നിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനി അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെക്കുകയാണ്. കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ വെക്കുന്ന കാരണം ഒരു പണി കിട്ടാറുണ്ട്. ഫുള്ള് പുറത്തേക്ക് തിളച്ച് പോകുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പോകാറുണ്ട്. അപ്പോൾ തന്നെ തുടച്ചില്ലെങ്കിൽ അവിടെ ഒട്ടി പിടിച്ചിരിക്കുകയും ചെയ്യും കേട്ടോ. അത് ഇടയ്ക്ക് കിട്ടാറുള്ളതാണ് അങ്ങനെ. പിന്നെ ഇതാ നമ്മൾ ഉച്ചയ്ക്ക് ചീര തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ലുലുവിൽ പോയി ഇപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ചീര നന്നായിട്ട് കഴുകിയെടുക്കാം. മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ കഴുകലാണിത്. അത് കഴുകിയെടുക്കുക, എന്നിട്ട് നമുക്ക് ചീരത്തോരൻ വെക്കാം.
നമ്മളിപ്പോൾ ചീരത്തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടായപ്പം നമ്മൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴണ്ടി വരട്ടെ. ഇനി നമുക്ക് നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചീര ഫുള്ളായിട്ട് ഇപ്പോൾ തോന്നുമെങ്കിൽ ഒതുങ്ങി വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഇച്ചിരി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഉപ്പിടുമ്പോൾ നമ്മൾ ചീരയിലൊക്കെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിടണം. ഇച്ചിരി ഇടാൻ പാടുള്ളൂ, ഇച്ചിരി ഇട്ടില്ലെങ്കിൽ കൂടുതലായി പോവും. കാരണം അത് വാടി വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് കാരണം കൂടുതലായി പോവും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചീരയിൽ ഉപ്പിടാനായിട്ട്. എല്ലാവർക്കും അറിയേണ്ട കാര്യമായിരിക്കും, എങ്കിൽ കൂടി ഒന്ന് പറഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ ചീരയിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം വറ്റിയതിന് ശേഷം ഇതിനകത്ത് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചീരയത്തെ വെള്ളം തന്നെ ഇറങ്ങിയിട്ടാണ് വെന്തത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തേങ്ങ ഇട്ടു. അപ്പോൾ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ടൊമാറ്റോവും പരിപ്പും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ടൊമാറ്റോ പരിപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക്. അപ്പോൾ അത് കൊടുത്താൽ അവർ ഉച്ചയ്ക്ക് കഴിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അപ്പോൾ ആ ടൊമാറ്റോ പരിപ്പ് ഒന്ന് താളിക്കാൻ വേണ്ടി കടുക് മാത്രം ഇട്ടിട്ട് താളിക്കാൻ വേണ്ടിയിട്ടുള്ള കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ടൊമാറ്റോ പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ട് കടുക് വറുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കടുക് വറുത്ത് വെക്കാം. അപ്പോൾ പിന്നെ അത് വേവുമ്പോൾ ഒഴിച്ചാൽ മതിയല്ലോ അതിനകത്തേക്ക്. പിന്നെ ഇപ്പുറത്ത് ഞാൻ ഇപ്പം തവ വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 മുട്ട ബുൾസൈ പോലെ, ഓംപ്ലേറ്റ് ആക്കണില്ല, ബുൾസൈ പോലെ ആക്കിയിട്ട്, ബുൾസൈ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, തിരിച്ചിട്ടിട്ടാണ് കൊടുക്കാറ്. അപ്പോൾ മുട്ട അവർക്ക് എരിവും ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഉപ്പും പിന്നെ കുറച്ച് പെപ്പറും ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് ഈ മുട്ട വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് അവർക്ക് 2 പേർക്കുള്ള മുട്ടയാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടെ റെഡിയായി. ഇനിയിപ്പോൾ പരിപ്പും തക്കാളിയും വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇതും വെച്ചിട്ട് 2 മുട്ടയും പിന്നെ പരിപ്പ് കറിയും വെച്ചിട്ട് ചോറ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.